നിനക്ക് വേണ്ട മുത്തശ്ശി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് വന്നു കേട്ടോ. പാമ്പ് ഈ സൈഡിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ തല ഇങ്ങനെ മുത്തശ്ശേരി കൂടെ പോകുമ്പോൾ കണ്ടതേ ഉള്ളൂ കേട്ടോ. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ലത്. ഈ റൂം 2 ദിവസം മുമ്പ് മൊത്തം വൃത്തിയാക്കിയതാണ്. അപ്പോഴൊന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വന്നതായിരിക്കും. അപ്പം ഞാൻ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും മുത്തശ്ശി അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുത്തശ്ശി മെല്ലെ ഒരു തോട്ടിയെടുത്ത് ഈ സൈഡിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ആ സൈഡിൽ ഒരു ജനൽ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നോന്ന് അറിയില്ല, അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ ആ ജനൽ തുറന്നങ്ങോട്ട് വെച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാ സാധനവും താഴെ എടുത്തപ്പോഴേക്കും ആ പാമ്പ് അതിൽ കൂടെ അങ്ങോട്ട് പാഞ്ഞു പോയിട്ടോ. എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കണേ. വീട്ടിലിപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തവളയൊക്കെ ഉള്ളതുകൊണ്ട് തവള പിടിക്കാൻ വരുന്നത് തോന്നി ഈ പാമ്പൊക്കെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ തുണികളെല്ലാം എടുത്ത് കത്തിച്ചു കേട്ടോ. പാമ്പ് മുട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഇനി വീട്ടിൽ വയ്ക്കണ്ടെന്ന് പറഞ്ഞ് ആ തുണികളൊക്കെ എടുത്ത് കത്തിച്ചു കേട്ടോ. എല്ലാവരും എന്തായാലും നന്നായി ശ്രദ്ധിക്കണേ. അപ്പോൾ എന്താ പാമ്പ് വരാൻ നോക്കിയപ്പോൾ ഞങ്ങൾ മനസ്സിലായത് വീട്ടിൽ നിറയെ തവള. ഈ ചൂടുകാലം ആകുമ്പോൾ ഈ നമ്മൾ വയ്ക്കുന്ന ഫ്രെയിമിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തവള വന്നിരിക്കില്ല. അപ്പോൾ ഇത് പിടിക്കാനായിട്ടാണ് ഈ പാമ്പുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് പിടിച്ച് പുറത്താക്കണം എന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ അതിനെ പിടിക്കാനുള്ള ട്രയലായിരുന്നു കേട്ടോ മൊത്തം. കുറേ അതിനൊക്കെ ഇങ്ങനെ കവറിൽ പിടിച്ചിട്ട് പുറത്തേക്ക് ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ തവളേനെ കൊല്ലമൊക്കെ ചെയ്യും ചില ആൾക്കാർ. ഞങ്ങൾക്ക് ഇങ്ങനെ തവളേനെ കൊല്ലാനും പാമ്പിനെ കൊല്ലാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ ഇത് പിടിച്ചിട്ട് പുറത്തേക്ക് ആക്കി കൊടുത്താൽ അവരും ജീവികളല്ലേ, ജീവിച്ചോട്ടെ എന്ന്.